വിശദമായി സമഗ്രമായി വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ധനക്ഷാമത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്രം. LPG ടാങ്കറുകളുമായി 2 കപ്പലുകൾ ഹോർമുസ് കടന്നു. തിങ്കളാഴ്ചയോടെ ഇന്ത്യയിലെത്തും. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ രാജ്യമെങ്ങും കർശന പരിശോധന. സംസ്ഥാനത്ത് ഹോട്ടലുകളിലെ LPG ക്ഷാമം പരിഹരിക്കാൻ ഊർജിത ശ്രമം. കാറ്ററിംഗ്, ഓൺലൈൻ ഭക്ഷണ വിതരണത്തെയും ബാധിക്കുന്നു. ഹോസ്റ്റലുകൾ പൂട്ടുന്നു. ഭക്ഷണക്ഷാമം നേരിട്ടാൽ തിരുവനന്തപുരത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ കോർപ്പറേഷൻ. എന്ത് വില കൊടുത്തും ഹോർമുസ് തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ. തീയതി തീരുമാനിക്കുക. വിഷു ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ കണക്കിലെടുത്ത് മെയ് 5-ന് മുൻപ് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയേക്കും. അസമിലും പശ്ചിമ ബംഗാളിലും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് മോദി. തിരഞ്ഞെടുപ്പിൽ G. സുധാകരനെ നേരിടാൻ ഉറച്ച് CPM. സുധാകരൻ പാർട്ടിയെ ചതിച്ചുവെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. സുധാകരനെതിരെ അമ്പലപ്പുഴയിൽ പാർട്ടിയുടെ ബഹുജന മാർച്ചും പൊതുയോഗവും. മാർച്ച് ആരംഭിച്ചത് VS-ന്റെ വീടിന് മുൻപിൽ നിന്നും. വർഗവഞ്ചകന് മാപ്പില്ലെന്ന് ബാനർ. കണ്ണൂർ സീറ്റിൽ കോൺഗ്രസ് നേതൃത്വത്തോട് വിട്ടുവീഴ്ചയ്ക്കില്ലാതെ K. സുധാകരൻ MP. ചർച്ചയ്ക്കായി ഡൽഹിയിലേക്കില്ല. തീരുമാനം പാർട്ടിയുടേതെന്ന് VD സതീശൻ. K. സുധാകരനെ അനുകൂലിച്ച് എറണാകുളത്തും പോസ്റ്റർ. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണോ എന്ന് പരാമർശിക്കാതെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. മതപരമായ കാര്യങ്ങളിൽ മതപണ്ഡിതർ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്ന് സംസ്ഥാനം. തുടർന്ന് കോടതി തീരുമാനമെടുക്കണമെന്നും സത്യവാങ്മൂലം. നിലപാട് മാറ്റം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ആവർത്തിച്ച് കോൺഗ്രസും BJPയും. സംസ്ഥാനത്ത് വേനൽ കടുക്കുന്നു. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം. തമിഴ് കവിയും നോവലിസ്റ്റും ഗാനരചയിതാവുമായ R. വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം. 2002-ന് ശേഷം തമിഴ് ഭാഷയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നതാദ്യം.